അല്ല, അതൊക്കെ പോട്ടെ. എവിടെയല്ലേ ചെലവ്? എനിക്ക് വിശന്നിട്ട് പാടില്ല. അല്ലേലും നിനക്ക് വിശക്കാത്ത ഏതെങ്കിലും ദിവസം ഉണ്ടോ? ദിവസമല്ല, സെക്കൻഡ് ഉണ്ടോന്ന് ചോദിക്കാം അലക്സ്. അല്ലേ, കൊള്ളാലോ. ഉച്ചക്ക് കഴിച്ചതാ, ഇപ്പൊ വൈകുന്നേരമായി. പിന്നെ വിശക്കില്ലേ? വൈകുന്നേരമായി, സ്കൂളൊന്നും വിട്ടില്ലല്ലോ. അത് വിട്ടില്ല. പിന്നെ ഒരാളുടെ ബർത്ത്ഡേ എന്നറിയുമ്പോ നമുക്ക് വിശപ്പ് കൂടുമല്ലോ. എങ്ങനാ? അത് ശരിയാ. പ്രത്യേകിച്ച് നമ്മുടെ കൂട്ടത്തിൽ ഒരാളുടെ ബർത്ത്ഡേ എന്നറിയുമ്പോ എക്സ്ട്രാ വിശപ്പാ. നിങ്ങൾക്കൊക്കെ വിശന്നാ മതിയല്ലോ. ക്യാഷ് തീർന്നത് എന്റെ അല്ലേ? അലക്സിലെ കൂടെ അവരിടും ക്യാഷ് അല്ലേ മെച്ച? പിന്നെ നീ എനിക്ക് പണം കഴിക്കുന്ന മരം നട്ടു തന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് എത്ര വേണേലും കാശിടാലോ. എന്താടാ മച്ച, നിന്റെ പെണ്ണിന്റെ മുമ്പ് തന്നെ ഇങ്ങനെ എച്ചിക്കണക്ക് പറയണോ? എന്തായാലും നിന്റെ അത്ര എച്ചിക്കണക്ക് ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങളത് നിർത്ത്. നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന് പറ, ഞാനത് മേടിച്ചാലോ പോരെ? അങ്ങനെ ചോദിക്കില്ലേ അലക്സെ, കണ്ടുപഠിക്ക്. ശരി മോനെ. എന്നാലേ നമുക്ക് ക്ലാസ് കഴിഞ്ഞ് പാരീസിൽ പോയി ഫുഡ് അടിച്ചാലോ? അത് വേണ്ട. അവിടെ നിന്ന് ആസ്വദിച്ച് ഫുഡ് കഴിക്കാൻ പറ്റില്ല. നീയല്ലേ ആള്, എവിടെ പോയാലും നിനക്ക് ഫുഡ് ഇറങ്ങിക്കോളും. ഓഹോ, അങ്ങനെയാലേ. എന്നാ പിന്നെ നിങ്ങൾ തന്നെ തീരുമാനിച്ചോ. എന്നോട് ആരും ഒന്നും ചോദിക്കാൻ വരണ്ടേ? അലക്സ് ചുമ്മാതിരിക്കേ. ജാക്ക്, നീ പറ, എവിടെ പോയാലോ നിനക്ക് ഫുഡ് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്നേ? നമുക്ക് അവിടേക്ക് തന്നെ പോവാം. വേണ്ടലിയ, നമ്മളിപ്പോ പലർക്കും അധിക പറ്റാണല്ലോ. വെറുതെ എന്തിനാ? എന്റെ പൊന്നളിയ, ഞാൻ നിന്നെ ഒന്ന് ആക്കിയതല്ലേ, അപ്പേക്ക് നീ ഇങ്ങനെ സെറ്റ് ആയാലോ? അയ്യേ, ആര് സെറ്റായി? ഞാനിങ്ങനെ കുറച്ച് നിഷ്പ എക്സ്പ്രഷൻ ഇട്ടാലേ നിങ്ങളത് വീയോന്ന് എനിക്കറിയാം. അതുകൊണ്ട് എന്റെ ചെറിയ ചെറിയ ട്രിക്ക് അല്ലേ ഇത്. അവന്റെ ഒരു ട്രിക്ക് വെറുതെ എന്റെ ഒരു സാഡ് സെന്റൻസ് വേസ്റ്റ് ആയി. അതെ, നിങ്ങൾ വേഗം ഒരു ഡിസിഷൻ എടുക്കാൻ നോക്ക്. എവിടേക്കാ പോകുന്നേ? ടൈം ആകെ കുറച്ചേ ഉള്ളൂ. പാരീസിൽ പോവാന്നേ, അല്ലാതെ വേറെ എവിടാ? നമുക്ക് ബോംബെ റെസ്റ്റോറന്റിൽ പോവാം. അവിടെ ആവുമ്പോ നമുക്ക് സ്പേഷ്യസ് ആയിട്ട് ഫുഡ് കഴിക്കാലോ. ബോംബെ റെസ്റ്റോറന്റിലോ? അവിടെ ഇച്ചിരി എക്സ്പെൻസീവ് അല്ലേ? ഞാൻ ലോൺ എടുക്കേണ്ടി വരുമോ? ഇല്ലടോ, അവിടെ ഇപ്പോ എന്തൊക്കെയോ ഓഫേഴ്സ് നടക്കുന്നുണ്ടെന്ന് കേട്ടെ. അതുകൊണ്ട് യു ഡോണ്ട് വറി. ആടി ശരിയാ, ഞാനും വരുമ്പോ ഒരു ബോർഡ് കണ്ടായിരുന്നു. നല്ല നല്ല ഓഫേഴ്സ് ഒക്കെ ഉണ്ടെന്നാ കേട്ടെ. അതുകൊണ്ട് അവിടെ പോകുന്നതല്ലേ ലാഭം. എന്നാ പിന്നെ അവിടേക്ക് തന്നെ പോവാല്ലേ? ശരി, അവിടേക്ക് തന്നെ പോവാം. എനിക്ക് എവിടെയാലും പ്രശ്നമില്ല. ഓക്കെ, സെറ്റ്. ഇന്ന് ക്ലാസ് കഴിഞ്ഞ് നേരെ ബോംബെയിലോട്ട്. അപ്പൊ ഓക്കെ അല്ലേ? പറച്ചില് കേട്ട് എല്ലാരും വിചാരിക്കും നമ്മൾ ബോംബെയിലോട്ട് ട്രിപ്പ് പോവാന്ന്. ആടി, ഇനി നിങ്ങളൊക്കെ കൊണ്ടേ ഞാൻ ബോംബെയിലേക്ക് ട്രിപ്പ് കൂടി പോവാം. ഇതെന്നെ കിട്ടിയത് ഭാഗ്യെന്ന് പറ. അത് തന്നെ, കിട്ടിയതുകൊണ്ട് ഓണം പോലെ. അല്ല പിന്നെ കേട്ടു പഠിക്ക്. ഊവേ. എടാ ജാക്കെ, എന്നാ പിന്നെ അതങ്ങ് പറഞ്ഞാലോ? അലക്സ്, ഇപ്പൊ വേണ്ട, കുറച്ച് കഴിഞ്ഞ് പറയാം. അത് തന്നെ, ഇപ്പൊ പറയണ്ട, കുറച്ച് കഴിയട്ടെ. നിങ്ങൾ എന്തേ പേര് വെറുക്കുന്നേ? എന്നോടുകൂടി പറ, ഞാനോടി കേക്കട്ടെ. അത് പിന്നെ അല്ലടി, അത് പിന്നെ ബെല്ലടിക്കാറായില്ലേ, ക്ലാസ്സിലോട്ട് പോയാലോ എന്ന് പറയായിരുന്നു. അതൊന്നല്ല. അതിലിയ സത്യം, അത് തന്നെ പറഞ്ഞേ. വാ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ശരി, പോവാം. ഹലോ, നിക്കവിടെ. ഈ കുരിപ്പിപ്പ എവിടുന്ന് പൊങ്ങി വന്ന്? ജൂലിയോ? ജാടയോ? എനിക്കോ? അയ്യോ, അതെന്നതാന്ന് കൂടി പൊന്നു അറിയത്തില്ലായിരിക്കും അല്ലേ? അല്ല, നീ എന്താ ഇങ്ങോട്ടേക്കൊക്കെ? അതെന്നതാടാ അങ്ങനെ? എനിക്കെന്താ ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ലേ? അങ്ങനൊന്നും ഇല്ലടി, നിനക്കിപ്പോ ക്ലാസ് തുടങ്ങില്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. ക്ലാസ് തുടങ്ങും, പക്ഷേ നമുക്ക് സാറില്ല. സോ ഞാൻ സ്കൂട്ടായി നിങ്ങളെ കണ്ടപ്പോ ഇങ്ങോട്ടേക്ക് വന്നു. അങ്ങനെ. യെസ് മൈ മാൻ. അല്ല, എന്റെ നാത്തോൻ ഇവിടെ ഉണ്ടായിരുന്നോ? നാത്തോനോ? ഹേ മിസ്സസ് ലിയ, നോക്കേണ്ട, താൻ തന്നെയാ എന്റെ നാത്തോൻ. ഞാനോ? നാത്തോനോ? ബെസ്റ്റ്. എന്നതാടാ നിങ്ങളെന്തിനാ ഞാൻ ചിരിക്കുന്നേ? ഞാനേ നാത്തോന്നാ വിളിച്ചേ, അല്ലാതെ വേറെ ചീത്തൊന്നും വിളിച്ചില്ലല്ലോ. ഞാൻ കിടന്ന് ചിരിക്കാൻ. ഇല്ല കൊച്ചേ, പെട്ടെന്ന് നാത്തു വിളി കേട്ടപ്പോ ഒന്ന് ചിരിച്ചു പോയതാ, സോറി. അതിനെന്താ ഇത്രക്ക് ചിരിക്കാൻ? അലക്സിന്റെ പെണ്ണല്ലേ ഇവള്, അപ്പൊ ഇവളെ എനിക്ക് നാത്തൂനല്ലേ? അല്ല നാത്തൂനെ?
അതെ അതെ. മോളെ ഇവർ സെറ്റ് ആയതൊക്കെ സത്യ, ബട്ട് ഇവരുടെ മാരേജ് ഒന്നും കഴിഞ്ഞില്ല. നാത്തും വിളിക്ക് തുടങ്ങാൻ. ആഹാ, വീരപ്പൻ ഇവിടെ ഉണ്ടായിരുന്നോ? എന്നിട്ട് ഇത്ര നേരം മുതലേ ഒച്ചയൊന്നും കേട്ടില്ലല്ലോ. പിന്നെ നീ ഇങ്ങനെ കീ കൊടുത്ത പാവയെ പോലെ സംസാരിച്ചോടിതാ, ഞാനെന്ത് പറയാനാ? ഓ, ഇപ്പൊ അങ്ങനെയായല്ലേ? ഞാനിപ്പോ നിങ്ങൾക്കൊക്കെ ഒരു ശല്യായല്ലേ? എടി ഞാൻ അങ്ങനെയല്ല പറഞ്ഞേ. മതിയടാ മതി. അലക്സ് സെറ്റ് ആയതോ നിങ്ങൾ എന്നോട് പറഞ്ഞില്ല. അതൊക്കെ പോട്ടെ. നിങ്ങളിപ്പോ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുമ്പോ എനിക്ക് നല്ല സങ്കടമുണ്ട് കേട്ടോ. ആഹാ, മോക്ക് സങ്കടമൊക്കെ ഉണ്ടോ? എന്നാ പിന്നെ ഞാനൊന്ന് കാണട്ടെ മോളുടെ സങ്കടം. കാണണോടാ, കാണണോ നിനക്കൊരു സങ്കടം? ഇവരെല്ലാരും എന്നെ അവോയ്ഡ് ചെയ്യുന്നേ. എന്നെ ആർക്കും വേണ്ടായേ. അയ്യോ. ഇതിപ്പോ പണി പാലും വെള്ളത്തിൽ കിട്ടിയല്ലോ ദൈവമേ. അല്ല അതൊക്കെ പോട്ടെ, ഞങ്ങൾ സെറ്റായ കാര്യം ഞങ്ങള് പറയാതെ നീ എങ്ങനെ അറിഞ്ഞേ? ഓ, അതൊക്കെ ഞാൻ അറിയും. അതെന്തിനാ നീ അറിയുന്നേ? ഓ ശരി മാഡം, എനിക്കൊന്നും അറിയണ്ട. അതെ, നിങ്ങളോടൊന്ന് സംസാരിക്കാനല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എന്റെ നാത്തൂനെ ഒന്ന് വിഷ് ചെയ്യാൻ വേണ്ടിയാ. വിഷ് ചെയ്യാനോ? ആ അതെ നാത്തൂനെ, നാത്തൂന്റെ ബർത്ത്ഡേ ഇല്ലേ? ഹാപ്പി ബർത്ത്ഡേ ടു യു മൈ ഡിയർ നാത്തൂൻ. താങ്ക് യു. എന്ത് വെച്ച് നാത്തൂനെ, എന്തൊരു ഉഷാറില്ലാത്ത? ഇത്രയും നല്ല സുന്ദരിയായിട്ട് വന്നിട്ട് ഇങ്ങനെയാണോ താങ്ക്സ് പറയുന്നത്? അത് പിന്നെ താങ്ക് യു. ആ അങ്ങനെ, അതാണ് എന്റെ നാത്തൂൻ. എന്റെ പൊന്നു വെച്ചേ, 19 നേരാ. പക്ഷെ 10 വയസ്സിന്റെ പക്വതയില്ലാത്ത ഇവളെ നീ ഇങ്ങനെ നാത്തൂനൊന്നും വിളിക്കല്ലേ, എനിക്ക് ചിരി അടക്കാൻ പറ്റുന്നില്ല. അയ്യേ, ആണോ നാത്തൂനെ? നാത്തൂന് 10 വയസ്സിന്റെ പോലും പക്വതയില്ലേ? അങ്ങനെ തന്നെ ചൊല്ലി ഇവള് ചുമ്മാ പറയാ. അയ്യോ, എന്തൊരു നാണം എന്റെ നാത്തൂന്. ഡയറക്റ്റ് പാവം കൊച്ചാ, നിന്റെ കൂടെ കൂട്ടി വഷളാക്കരുത് കേട്ടല്ലോ. അയ്യോടാ, ഒരു പാവം കൊച്ച്, കണ്ടാലും മതി. പറയുന്ന ആള് വലിയ പുണ്യാളനാണല്ലോ. അതെ, ഞാൻ നിങ്ങളെ തല്ലെടുപ്പിക്കാൻ വേണ്ടി പറഞ്ഞതൊന്നല്ല കേട്ടല്ലോ. എന്റെ പൊന്നു മോളെ ജൂലി, ബെല്ല അടിച്ചു. നീ ക്ലാസ്സിൽ പോകാൻ നോക്കിയേ. ഓ, ഞാൻ പൊക്കോളാം. പക്ഷെ നാത്തൂന് അല്ല ലിയ ബർത്ത്ഡേ ആയിട്ട് എനിക്കൊന്നും തന്നില്ല. എന്താ മോൾക്ക് വേണ്ടേ? ഓയ് മിസ്റ്റർ അലക്സ്, ഞാൻ നിങ്ങളോട് ചോദിച്ചില്ല, ഞാൻ മിസ്സസ് അലക്സിനോട് ചോദിച്ചേ. ലിയ പറയുന്നേ. അത് പിന്നെ നിനക്ക് എന്താ വേണ്ടെന്ന് പറ, ഞാൻ മേടിച്ചു തരാം. എന്തായാലും പ്രശ്നമില്ല, ഞാൻ എന്തും സ്വീകരിക്കും. ആഹാ, അങ്ങനെയാണെ ഒരു കയറ് തരട്ടെ. അതെന്തിനാടാ, നിനക്ക് തോന്നിച്ചാവാനാ? ആടി അതെ, ഇപ്പൊ നമുക്ക് മാത്സാ. ബെല്ലടിച്ച് കഴിഞ്ഞ് അങ്ങ് കയറി ചെന്നേച്ചാലും മതി. അതിന് നല്ലത് ഇവിടെ കെട്ടി തൂങ്ങി അങ്ങ് ചാവുന്നതാ. ആ, നിനക്കത് തന്നെയാണത്. വേഗത്തോ. ഐശ്വരി അത് പൊളിച്ച് കഴിഞ്ഞോ? കളിയൊക്കെ കഴിഞ്ഞോ? ആടാ കഴിഞ്ഞു. നാത്തും പറ, അല്ല ലിയ പറ. എന്ത് പറയാൻ? മറന്നോ എന്റെ ചെലവിന്റെ കാര്യം? ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞ് ടൗണിലെ ബോംബെ റെസ്റ്റോറന്റിൽ ഫുഡ് അടിക്കാൻ പോകുന്നുണ്ട്. അപ്പോ നീയും വായോ? ബോംബെ റെസ്റ്റോറന്റിലോ? അത് വൺ ഓഫ് മൈ ഫേവറേറ്റ് സ്പോട്ടാ. പിന്നെ ഫുഡ് അടി എന്റെ ഒരു ഹോബി കൂടിയാണ്. അതിന് നീ ജാക്കും കടക്ക. നിങ്ങളെ കഴിച്ചിട്ടേ വേറെ ആരും ഉള്ളൂ. അത് പിന്നെ അങ്ങനെയാണല്ലോ അല്ല ജാക്കെ, ഫുഡിന്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ്. പിന്നല്ല. അപ്പൊ പിന്നെ ചെലവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമല്ലോ. നാത്തൂനോ? സ്നേഹം കൂടുമ്പോ മാത്രം ഞാൻ നാത്തൂനെ വിളിക്കും. ഓക്കെ, ബെസ്റ്റ്. സബാഷ്. എല്ലാം പറഞ്ഞ പോലെ. എന്നാ പിന്നെ നിങ്ങൾ പൊക്കോ. മാക്സ് സാറേ വെയിറ്റ് ചെയ്തിരിപ്പുണ്ടാവും. പിന്നെ നോക്കണ്ടാ ജാക്കെ, ഞാൻ പോയാച്ച്. ഈ കുട്ടിപ്പിശാശേ, ഞാൻ നിന്നെ എടുത്തോളാം കേട്ടോ. വിട്ടേക്ക് ജാക്കെ, വാ പോവാം. എന്നാ പിന്നെ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാം. നിക്ക്, അതിന് നിങ്ങളൊക്കെ കൈ വാഷ് ചെയ്തായിരുന്നോ? ഞങ്ങളൊക്കെ വാഷ് ചെയ്തല്ലോ, നീ വാഷ് ചെയ്തില്ലേ? ഇല്ലടി, ഞാൻ മറന്നു. ഞാൻ പോയി വാഷ് ചെയ്തിട്ട് വരാം. വേണ്ടല്ലേ? ഇല്ല, നിക്ക്, ഞാനും വരാം. വേണ്ട അലക്സ്, നീ കൈ കഴുകിയതല്ലേ, പിന്നെന്തിനാ? അത് പിന്നെ താൻ ഒറ്റക്ക് പോവണ്ട, ഞാനും കൂടി വരാം. ഓഹോ, കെയറിങ് സെറ്റായി. പോടാ. നടക്കട്ടെ നടക്കട്ടെ. ലിയ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താണ്? പറയ്. അത് പിന്നെ തനിക്കിപ്പോ എവിടെയെങ്കിലും പോവാൻ തോന്നുന്നുണ്ടോ? അങ്ങനെയൊക്കെ ചോദിച്ചാ എനിക്ക് കൊറേ സ്ഥലങ്ങളിൽ പോവാൻ തോന്നുന്നുണ്ട്. അങ്ങനല്ല, ഇപ്പൊ തനിക്ക് ഞങ്ങളുടെ കൂടെ ഒരുമിച്ച് എവിടെയെങ്കിലും പോവാൻ തോന്നുന്നുണ്ടോ? അത് പിന്നെ ഉണ്ട്. എവിടേക്കാ? ബീച്ചിലേക്ക്. ബീച്ച് ഇസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് സ്പോട്ട്. അവിടെ ആകുമ്പോ ഫ്രണ്ട്സ് ഒക്കെ ആയി അടിച്ച് പൊളിച്ച് വൈബാക്കാലോ. അപ്പോ എന്റെ ഊഹം തെറ്റില്ല. അല്ല,
നീ എന്താ ഇപ്പൊ ഇത് ചോദിക്കാൻ കാരണം? എന്തേ, എവിടേക്കെങ്കിലും ട്രിപ്പ് പോവാൻ പ്ലാൻ ഉണ്ടോ? ട്രിപ്പൊന്നുമല്ല, ഇപ്പൊ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ബീച്ചിലോട്ട് വിട്ടാലോ? ബീച്ചിലോട്ടോ? സത്യമാണോ? അതേടോ, തന്റെ ബർത്ത്ഡേ ആയിട്ട് താൻ ഞങ്ങൾക്ക് ഇരുന്ന ട്രീറ്റ് ഇത്. അപ്പോ എന്റെ വക നമ്മൾ ഇന്ന് ബീച്ചിൽ പോയി അടിച്ചു പൊളിക്കുന്നു. ഓക്കെ? റിയലി? അയ്യോ, ഞങ്ങളൊന്നും കണ്ടില്ലേ. നിങ്ങളെപ്പോ വന്നു? നിങ്ങള് പോയിട്ട് ഇത്ര നേരമായിട്ട് കാണാത്തോണ്ട് വന്ന് നോക്കിയതാണേ. ക്ലാരെ, നീ അറിഞ്ഞോ നമ്മളെല്ലാരും ഇന്ന് ബീച്ചിൽ പോവും? അതെനിക്കറിയാലോ. അത് തന്നെ, ആ ഒരു സത്യം നമ്മൾ അറിഞ്ഞിട്ട് ഒരുപാട് മണിക്കൂറുകൾ കടന്നു പോയിരിക്കുന്നു. നിങ്ങൾക്ക് അറിയായിരുന്നോ? അതൊക്കെ അപ്പോ? അതൊക്കെ നമ്മൾ ഇന്നലെ രാത്രി തന്നെ പ്ലാൻ ചെയ്തതാ അല്ലേ ചാക്കെ? പിന്നല്ല, താനതറിയാൻ ഇത്തിരി വൈകിയെന്ന് മാത്രം. എന്തായാലും എനിക്കിഷ്ടായി. നമുക്ക് എല്ലാവർക്കും ഇന്ന് അടിച്ച് പൊളിക്കാം. പിന്നല്ല, പൊളിച്ച് തിമിർക്കാം. അതെ, അതൊക്കെ പോട്ടെ. ഇപ്പത്തെ നമ്മളിവിടെ വന്നത് കഴിക്കാനല്ലേ? ആ അതെ. അപ്പൊ വാ, കമോൺ, നമുക്ക് വലുതും പോയി ഓർഡർ ചെയ്യാം. എനിക്ക് വിശന്നിട്ട് പാടില്ല. ശരിയാ, നല്ല വിശപ്പുണ്ട്. എന്നാ വാ, ഓർഡർ ചെയ്യാം. അതെ, എല്ലാരും ഫുഡ് ഓർഡർ ചെയ്തു. ബട്ട് നമ്മൾ ജോലിയും കൂടി കൊണ്ടുവരാന്ന് പറഞ്ഞതല്ലേ? ആരെങ്കിലും ഓർത്തു അത്? ഓ, അത് ശരിയാ. കോളേജിൽ നിന്ന് ഇറങ്ങുന്നത് വരെ എനിക്കെന്തോ മറന്ന പോലെ ഉണ്ടായിരുന്നു. അപ്പോ അതായിരുന്നല്ലേ? ഓ, അത് ശരി. അതിനെ മറന്നിട്ടാണല്ലോ വന്നേ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ആ കൊച്ചിനോട് ഞാനാ വരാൻ പറഞ്ഞേ. ഇതിപ്പോ പറഞ്ഞ പറ്റിച്ച പോലെ ആയില്ലേ? അത് പ്രശ്നമില്ല. അലക്സും ജാക്കും ഉണ്ടല്ലോ, അവര് പോയി അവളെ കൂട്ടിട്ട് വരട്ടെ. ഇനിയും കോളേജ് വരെ പോയി അവളെയും കൂട്ടിയിട്ട് വരണോ? എനിക്കെങ്ങും വയ്യ. ഒന്നാമത് മനുഷ്യന് വിശന്നിട്ട് പാടില്ല. പോയി കൂട്ടിയിട്ട് വരാടാ. അവളോട് എന്തായാലും ട്രീറ്റ് തരാന്ന് പറഞ്ഞു പോയില്ലേ? അതെ ജാക്ക്, ഞാൻ പറഞ്ഞു പോയില്ലേ ട്രീറ്റ് തരാന്ന്. ഇനി എന്തായാലും നിങ്ങൾ പോയി കൂട്ടിയിട്ട് വാ പ്ലീസ്. അയ്യോ, ആരും എന്നെ കൂട്ടാൻ വേണ്ടി റിസ്ക് എടുക്കണ്ടേ? ഞാൻ വന്നിട്ടുണ്ട്. ആഹാ, വന്നല്ലോ വനമാല. അതല്ലേലും ഫുഡിന്റെ കാര്യമായോണ്ട് മണം പിടിച്ചെങ്കിലും ഇവളിങ്ങ് എത്തുമെന്ന് എനിക്കറിയായിരുന്നു. ആഹാ, ഞാൻ വന്നില്ലേ? മോൻ എന്റെ ഫുഡ് കൂടി വെട്ടി വീങ്ങായിരുന്നു അല്ലേ? ഇനിയിപ്പൊ അങ്ങനൊന്നും ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇങ്ങ എത്തിയല്ലോ നീ. ആഹാ, നീയെ കൂടുതലൊന്നും ആഗ്രഹിക്കണ്ട കേട്ടല്ലോ. ജുലി, നീ ഇരിക്കേ. ഓ, ഞാനിരുന്നോളായേ. എന്തൊക്കെ പറഞ്ഞാലും എന്റെ നാത്തൂൻ എന്നോട് സ്നേഹമുണ്ട്. നാത്തൂനല്ലേ ആദ്യം പറ്റി ഓർത്തെ. എടി, അത് കോളേജിൽ നിന്ന് ഇറങ്ങുന്നവരെ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. ബട്ട് പെട്ടെന്ന് ഇറങ്ങിയപ്പോ എന്നെ കൂട്ടാൻ മറന്നു. അതല്ലേ നീ പറയാൻ വരുന്നേ? എന്തായാലും നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഞങ്ങൾക്ക് ഇത് വേഗം ക്ലാസ് കിട്ടായിരുന്നു. നിങ്ങൾക്ക് ഇന്ന് സ്പെഷ്യൽ ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നില്ലേ? അപ്പോ നിങ്ങളെ വെയിറ്റ് ചെയ്ത് അതുവരെ അവിടെ നിൽക്കാൻ വയ്യാത്തോണ്ട് ഞാൻ എന്റെ ഫ്രണ്ടിന്റെ കൂടെ പോയി ഒരു ഷേക്ക് ഒക്കെ കുടിച്ചായിരുന്നു. ആഹാ, അപ്പൊ മോള് അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നതല്ലേ? പിന്നെ അതുവരെ അവിടെ നിങ്ങളെ വെയിറ്റ് ചെയ്തിരുന്ന എനിക്ക് ബോറടിക്കില്ലേ? പിന്നെ ഞാൻ ഷേക്ക് ഒക്കെ കുടിച്ച് കോളേജിലേക്ക് വന്നപ്പോ നിങ്ങളെ കാണാനില്ല. എന്താ ജൂലി, നീ ഇങ്ങനെ നീട്ടി വലിച്ചു പറയാതെ കാര്യം എന്താന്ന് വെച്ചാൽ ഷോർട്ടാക്കി പറ. ഷോർട്ടാക്കി പറയാം. അതായത് നിങ്ങളെ കോളേജിൽ കാണാത്തപ്പോ എനിക്ക് ഉറപ്പായി നിങ്ങൾ ഇവിടേക്ക് വന്ന് കാണുമെന്ന്. പിന്നെ ഞാൻ വേറെ ഒന്നും നോക്കിയില്ല. ഒരു വണ്ടി പിടിച്ച് നേരെ ഇങ്ങോട്ടേക്ക് പോന്നു അല്ലേ? യെസ്, കറക്റ്റ്. അതെങ്ങനെ നിനക്ക് മനസ്സിലായി? നീയല്ലേ ആള്. എനിക്ക് ഉറപ്പാ എങ്ങനെയാലും നീ ഇവിടേക്ക് എത്തുമെന്ന്. നീയെങ്കിലും എന്നെ മനസ്സിലാക്കിയല്ലോ, സന്തോഷം. അതൊക്കെ വിട്. നിനക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ വേഗം ഓർഡർ ചെയ്യാൻ നോക്ക്. എനിക്ക് അൽഫാം മതി. ഓർഡർ ചെയ്തോ? എങ്കിൽ പിന്നെ ഞാൻ ഓർഡർ ചെയ്യാം ചേട്ടാ. അയ്യോ മോനെ, ചതിക്കല്ലേ പ്ലീസ്. എന്നതാടി? അത് മോനൊന്നും വിചാരിക്കരുത്. മോൻ ഓർഡർ ചെയ്താലേ ചിലപ്പോ ഈ ഹോട്ടലിന്റെ ആധാരം വരെ പണയം വെക്കേണ്ടി വരും. അതുകൊണ്ട് വെറുതെ റിസ്ക് എടുക്കണോ? അത് പൊളിച്ച്. ഓ, എന്നാ പിന്നെ നിങ്ങൾ എന്നെ ഓർഡർ ചെയ്തോ. താങ്ക് യു മോനെ ജാക്കെ. നന്നായി വാ, നന്നായി വാ. ആനി, നീ എന്താടി ഒറ്റയ്ക്ക്? ആനിയോ? ലിയ, ഇവളെന്താ ഇവിടെ? എന്നതാടി നീ സ്റ്റക്ക് ആയി പോയെ? പെട്ടെന്ന് ഞങ്ങൾ ഇവിടെ കണ്ടിട്ടാവും അല്ലേടി? അത് പിന്നെ ഹലോ. എടാ ജെയ്സ, നിങ്ങൾ രണ്ടാളും
അത് പിന്നെ അളിയ ഞങ്ങള് ജസ്റ്റ് ഒന്ന് ഫ്രണ്ട്സ് എന്ന് മാത്രം പറയരുത്. എടാ അത് പിന്നെ ഞങ്ങള് ജോക്കെ വെയിറ്റ്, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ജയ്സ ഇരിക്കടാ. കൊച്ചെ ഇരിക്കു കൊച്ചെ. ഇനി പറ, നിങ്ങൾ എന്താ ഇവിടെ? എടാ അത് പിന്നെ നമ്മളിടക്ക് ചെന്ന് സെറ്റായായിരുന്നു. എടാ അളിയ നീ പണി പറ്റിച്ചല്ലോ. ഓ ചെക്കനൊരു നാണം കണ്ടില്ലേ. എന്നാലും നിനക്കിത് ഞങ്ങളോട് പറയായിരുന്നു. എടാ അത് പിന്നെ പെട്ടെന്ന് സംഭവിച്ചു പോയി. എന്തുവാ നീ എന്താ പറഞ്ഞേ? സംഭവിച്ചു പോയെന്നോ? ഏയ് ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ. അല്ല ഇത് എന്തൊക്കെയാ ഇപ്പൊ ഇവിടെ സംഭവിക്കുന്ന? ആ അത് തന്നെ ആനി, ഇത് എന്തൊക്കെയാടി? ക്ലാരെ അത് പിന്നെ നമ്മള് സെറ്റായിട്ട് ഇപ്പൊ ഒരു 3 months-ആയി. ആനി നീ വെറുതെ കള്ളം പറയുന്നു വേണ്ട. 3 മാസമൊന്നുമല്ല, സത്യടില്ലേ അമ്മ സത്യം. 3 months ആയിട്ടുള്ളൂ. എന്തൊക്കെയായാലും നിനക്കിത് ഞങ്ങളോട് പറയായിരുന്നു. അപ്പൊ നിനക്ക് ഇത്രേ ഉള്ളൂ അല്ലേ? എടി അതിന് പറയാൻ മാത്രം ആയിട്ടില്ലല്ലോ. 3 months ആയിട്ടുള്ളൂ. 3 months ആയിട്ടുള്ളൂന്നോ? നമ്മുടെ ഒരു ബന്ധം വെച്ച് സെറ്റായ അന്ന് തന്നെ നീ നമ്മളോട് വന്ന് പറയേണ്ടതല്ലേടി? ഡി അത് പിന്നെ സോറി. ഇപ്പൊ എന്തായാലും നിങ്ങൾ അറിഞ്ഞല്ലോ. സോറി ഡി. ജയ്സ അപ്പോ ഇതാണല്ലേ ആനി? അതേടി. ഓഹോ, അല്ല ഇവളെങ്ങനെ ക്ലാരക്കുള്ളിലേക്കൊക്കെ അറിയാവുന്നേ? ആ അതെനിക്കും അറിയില്ല. നിങ്ങൾ എങ്ങനെ പരിചയം? അല്ല അതൊക്കെ പോട്ടെ, നീയും ജൂലി എങ്ങനെ പരിചയം? ഐ ശരി, ജെയ്സനെ എന്റെ ക്ലാസ്മേറ്റാ. കൂടാതെ നമ്മളിപ്പോ ബെസ്റ്റ് ഫ്രണ്ട്സ് കൂടിയല്ലയോ അല്ലേടാ? ആ അതേടാ, ഇവിടെ ക്ലാസ്സിലാ. നമ്മളിപ്പോ ഫ്രണ്ട്സ് ആയിട്ട് കുറച്ചായി. ഓ അങ്ങനെ. എന്തായാലും കൺഗ്രാറ്റ്സ് ബോത്ത് ഓഫ് യു. നിങ്ങളെ രണ്ടാളും നല്ല മാച്ച് ഉണ്ട്. താങ്ക് യു അളിയ. ഇതിപ്പോ ഫുള്ള് കൺഫ്യൂഷൻ ആയല്ലോ. ജാക്കും അലക്സും ജെയ്സനും എങ്ങനെയാ ഇങ്ങനെ ക്ലോസ് ആയേ? എടി അത് പിന്നെ നീ അന്ന് ഹോസ്പിറ്റലായില്ലായിരുന്നോ? അപ്പോ നമ്മുടെ കൂടെ അവിടെ ജെയ്സനും ഉണ്ടായിരുന്നു. അങ്ങനെ ക്ലോസ് ആയതാ. ഓഹോ അപ്പടിയാ. അപ്പോ എല്ലാവർക്കും പരസ്പരം അറിയാലേ? ആ അതേതായാലും നന്നായി. അങ്ങനെയാണ് ഇത് കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ബീച്ചിൽ പോവാലോ. ആഹാ അത് കൊള്ളാലോ. നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ബീച്ചിൽ പോവാം. നമ്മൾ ഇത്ര പേരുണ്ടല്ലോ, അപ്പൊ നല്ല വൈബായിരിക്കും. ആ പിന്നെ എല്ലാവർക്കും പരസ്പരം അറിയും കൂടി ചെയ്യാലോ. അപ്പൊ പിന്നെ പൊളിക്കാലോ നമുക്ക്. ഏയ് നിക്ക്, എല്ലാവർക്കും പരസ്പരം അറിയാം. പക്ഷേ ആനിയും ഞാനും കമ്പനി ആയിട്ടില്ലല്ലോ. ഓ അതിനെന്താ, ഇപ്പൊ കമ്പനി ആയ പോരെ? ഹലോ, ജൂലി എന്നാണല്ലേ നെയിം? ജെയ്സൺ പറയാറുണ്ട്. ഇവൻ എന്നെ പറ്റിയൊക്കെ പറയോ? എന്താ പറയാറ്, കുറ്റാണോ അതോ? ഏയ് അങ്ങനൊന്നുമില്ല. അതെ, ബാക്കി സംസാരമൊക്കെ അങ്ങ് ബീച്ചിൽ ചെന്നിട്ടാവാം. ഇപ്പൊ എല്ലാരും വേഗം കഴിക്കാൻ നോക്ക്. ഓ ശരി യുവരാജാവേ, ഉത്തരവ്. നല്ല ക്ലൈമറ്റ്. ശരിയാ, കറക്റ്റ് ടൈമിലാ നമ്മൾ വന്നത്. എടാ ജയ്സ, അലക്സ ഇങ്ങോട്ടേക്ക് ഇറങ്ങടാ. എടാ കുറച്ച് കഴിയട്ടെ, ഇപ്പൊ തന്നെ ഞാനില്ല. എന്നാ പിന്നെ നീ ഇറങ്ങടാ ജയ്സ. ആടാ വരുന്നു. ഡിയാനി നീ വരുന്നോ? ഏയ് ഞാനെങ്ങുമില്ല, എനിക്ക് പേടിയോ. ഞാനുണ്ട്. ആ വാ വാ, എല്ലാരും അടിച്ചു കയറി വാ. ഞാൻ ക്യാമറ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളെല്ലാരും പിക്ക് എടുക്കാം. നിങ്ങൾ എൻജോയ് ചെയ്തോ. ആളിയാ നീ പിക്ക് എടുത്തോ. ലിയ ചെല്ല്. ഏയ് ഞാനെങ്ങുമില്ല വെള്ളത്തിൽ, എനിക്ക് പേടിയാ. താൻ വെള്ളത്തിൽ പോകണ്ട. താനെ അവിടെ ക്ലാര നിപ്പുണ്ട്, അവിടേക്ക് ചെല്ല്. അല്ലേ പിന്നെ തന്നെ ഒരു പിക്ക് പോലും കിട്ടില്ല കേട്ടോ. ശരി. ഡില്ലിയെ ഇങ്ങോട്ടേക്ക് പാടി, ഇവിടെ നല്ല വ്യൂ ആ. ഇങ്ങോട്ടേക്ക് പോരെ. ആടി വരുന്നു. മച്ചാ, നിന്റെ പെണ്ണവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ടില്ലേ? അവൾ ഒറ്റയ്ക്കല്ലോ, ലിയയും ക്ലാരയൊക്കെ കൂടെ. ഡാ പൊട്ടാ, നിങ്ങൾ കപ്പിൾസ് അല്ലേ? സോ കുറച്ച് ടൈമെങ്കിലും കിട്ടുമ്പോ നിങ്ങൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യല്ലേ വേണ്ടത്. ഇല്ലടാ, അപ്പോ നീ ഒറ്റയ്ക്കല്ലേ? അതൊന്നും കുഴപ്പമില്ലടാ, നീ ചെല്ല്. ശരിയടാ, ഞാൻ പോയിട്ട് വരാം. വേഗം ചെല്ല്. മാറി അധികം ദൂരോട്ട് പോയാലേ വീഡിയോ കിട്ടില്ല കേട്ടോ. ഓ പോകുന്നില്ലേ? എടാ നീയും കൂടി വാടാ, ഞാൻ ഒറ്റക്കാം.
ഡാ ഞാൻ കൂടി വന്നാല് ആര് പിക്കൊക്കെ എടുക്കും? അലക്സ് ആ ക്യാമറ ഇങ്ങോട്ടേക്ക് താ, ഞാൻ എടുക്കാൻ പിക്ക്. തനിക്കിത് ഈ പിക്കൊക്കെ എടുക്കാൻ അറിയോ? പിന്നെ എനിക്ക് നല്ലതുപോലെ പിക്ക് എടുക്കാൻ അറിയാം, നീ ചെല്ല്. ശരി. അലക്സ് സ്മൈൽ പ്ലീസ്. സൂപ്പർ. ആഹാ അത് കണ്ട് കളി. ഒരാളെ മാത്രം പിക്ക് എങ്ങനെ എടുക്കുന്നേ? ഞങ്ങൾ എല്ലാരും എടുക്ക്. ഇടി ക്ലാര, ജൂലി വാടി. ഞാൻ എത്തി. ഞാനുണ്ട്. കൊള്ളാം, സൂപ്പർ. എവിടെ നോക്കട്ടെ. ആഹാ തനിക്ക് നല്ലതുപോലെ പിക്സ് ഒക്കെ എടുക്കാൻ അറിയാലോ, നന്നായിട്ടുണ്ട്. പിന്നെ ഭാവിയിലെ ഫോട്ടോഗ്രാഫർ അല്ലയോ? പൊടി. നീ എന്താടി ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നേ? ഏയ് ഒന്നുമില്ലടാ, ഞാനിവിടെ വെറുതെ കാഴ്ചകളൊന്ന് കണ്ടിരിക്കുവായിരുന്നു. എന്നാലേ താൻ ഇങ്ങോട്ടൊന്ന് വന്നേ. എങ്ങോട്ടാടാ? നമുക്ക് ഒന്ന് കടലിന്റെ ആയങ്ങളിലേക്ക് ഇറങ്ങാം. എടാ ഞാനെങ്ങൂല്ല, എനിക്ക് പേടിയാ. ആ എനിക്കും പേടിയൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ രണ്ടാൾ ഇറങ്ങുമ്പോ പേടിക്കണ്ടല്ലോ. നീ ഇറങ്ങ അങ്ങോട്ട്. എന്നാ പിന്നെ നീ ഇറങ്ങിക്കോ, ഞാനെങ്ങൂല്ല. അയ്യോ അമ്മച്ചിയെ തിരമാല. നീ എന്നെ കൂടി പേടിപ്പിക്കോ? അയ്യേ, നിനക്ക് ഇത്രക്ക് പേടിയാ? ഡാലക്സേ ഒന്ന് അങ്ങോട്ടേക്ക് നോക്കിയേ. എന്ത് പേടിയാണ് രണ്ടിനും. ആ രണ്ടും കണക്കാ സത്യം. കുറച്ച് സൈഡിലോട്ട് നിക്ക്. ലിയ മതി പിക്കെടുത്തത്. താനിങ്ങ് വന്നേ. എന്താ അലക്സ്, കേട്ടില്ല. താനിങ്ങോട്ട് വാ. അയ്യോ അലക്സ്, എന്നെ താഴേക്ക്, എനിക്ക് പേടി അലക്സ്, പ്ലീസ്. നിക്കടി എവിടെ? പേടിക്കാൻ മാത്രമൊന്നും ഇല്ല പെണ്ണെ. പോയെ പോയെ, ഞാനില്ലാന്ന് പറഞ്ഞില്ലേ. എന്തേ എന്റെ പുറകെ വരണ്ട. നിക്കടി എവിടെ? പേടിക്കാൻ മാത്രമൊന്നും ഇല്ല പെണ്ണെ. അലക്സ് വേണ്ട അലക്സ്, എനിക്ക് ശരിക്ക് പേടിയായിട്ടാ. ഒരു വശത്ത് വെള്ളത്തിലിറങ്ങാൻ പേടിയുള്ള കപ്പിൾസ്, മറുവശത്താണേലോ വെള്ളത്തിലിറങ്ങാൻ കളിക്കുന്ന കപ്പിൾസും. എന്തുവാടെ? അതെ അതെ, സിംഗിൾസിന്റെ രോദനം കാണാൻ ആരും ഇല്ലല്ലോടെ. സത്യം. നമുക്കിതൊക്കെ കണ്ട് ഇവിടെ എങ്ങനെ ഇരിക്കാം, ഇത് തന്നെ വിധി. ശരി, അപ്പൊ ഞാൻ ആര് പൊട്ടനാ? ആ നീ ഉണ്ടായിരുന്നല്ലേ. സാരില്ലടി ക്ലാരെ, ഒരു നാൾ കിനാവ് പൂത്തിടും. പൂക്കുമായിരിക്കും പൂക്കുമായിരിക്കും. ഈ ക്ലാരെ ഞാനൊരു കാര്യം പറയട്ടെ. പറ മോനെ. അത് പിന്നെ നീ ഒന്ന് മനസ്സ് വെച്ചാ. അയ്യട മോനെ, നോക്കിയിരുന്നോ, ഇപ്പൊ മനസ്സ് വെക്കാവേ. അതിന് നീ എന്താ ഉദ്ദേശിച്ചേ? ഞാനൊന്ന് മനസ്സ് വെച്ചാ നമുക്ക് രണ്ടുപേർക്കും സെറ്റ് ആവാന്നല്ലേ. അയ്യാ ആ പുതിയ മോളങ്ങ് മനസ്സ് വെച്ചേരെ, അല്ലേലും നിന്നെയൊക്കെ ആര് നോക്കാനാ? അപ്പൊ നീ എന്താ പറഞ്ഞു വന്നേ? നീ ഒന്ന് മനസ്സ് വെച്ചാ നിനക്ക് ആരെങ്കിലും വീട്ടിൽ കൂടെ എന്നാ ഞാൻ ഉദ്ദേശിച്ചത്, അല്ലാതെ മോൾ ഉദ്ദേശിച്ചതല്ല കേട്ടോ. ഓ പിന്നെ ചമ്മതിന്റെ മറ്റവൻ. പാവം. ബജാക്കെ, നിനക്കൊന്നും ലൈഫിൽ പെണ്ണ്. എന്റെ പൊന്നു ക്ലാരെ ശപിക്കരുത് പ്ലീസ്. ഞാൻ പറഞ്ഞതൊക്കെ തിരിച്ചെടുത്തു പോരെ. ആ അങ്ങനെ വൈക്കുക. നിനക്ക് ഇത്രക്ക് പേടിയാ ക്ലാരെ? എന്റെ പൊന്നു ജൂലി, ഇവിടെ നാവിനെ പറ്റിയ നിനക്ക് അറിയാത്തോണ്ടാ. ഏയ് അങ്ങനൊന്നുമില്ലടി, ഇവൻ ചുമ്മാ. മനസ്സിലായി. എന്താളിയാ നീ എന്താടി ഇവിടെ ഇളിച്ചോണ്ടിരിക്കുന്നെ? ഇറങ്ങട അങ്ങോട്ട്. ഇതാ മാറി വിടടാ, വിട് അങ്ങോട്ട്. ഇറങ്ങളിയാ. എടാ നിന്നെ നിക്കട ഇവിടെ. എന്നെ നോക്കണ്ടേടാ ഉണ്ണി, ഞാൻ നാട് വിട്ട്. നീ എന്താടാ ഇവിടെ ഇരിക്കുന്ന? വെള്ളത്തിലോട്ടൊന്നും ഇറങ്ങുന്നില്ലേ? ഇല്ലടാ മതിയായി, എനിക്ക് കുറച്ചു നേരം ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. എന്നാ പിന്നെ അങ്ങോട്ട് നീങ്ങട മാറി, ഞാനിവിടെ ഇരിക്കട്ടെ. എടാ എന്തുവാടാ, റിവെഞ്ച് എടുക്കണോ നീ? നീ എന്നെ വെള്ളത്തിൽ തള്ളൂടാ. സോറിയടാ സോറി, ഇനി തള്ളിയിട്ടില്ല ഉറപ്പ്. നീ മിണ്ടിപ്പോയത് പന്നി. അളിയാനാ സോറി പറഞ്ഞില്ലേ, എന്തുവാടേ? അവന്റെ ഒരു ചോറി. നിക്ക് നീ ഒന്ന് കൂളാവാൻ വേണ്ടി നമുക്കൊരു ഐസ്ക്രീം കഴിച്ചാലോ? ഇനിയും നിന്റെ വിശപ്പ് മാറിയില്ലടാ. വിശപ്പൊന്നല്ല, ബീച്ചിൽ വന്ന ഒരു ഐസ്ക്രീം കഴിക്കാതെ പോകുന്നത് മോശമല്ലേ? ഇല്ല, ബീച്ചിൽ വന്ന ഒരു ഐസ്ക്രീമും ഉപ്പിലിട്ടതും മസ്റ്റാ. രണ്ടും ഒന്നിനൊന്നിന് വെച്ചം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഐസ്ക്രീം മേടിച്ചേക്കാം. മേടിക്കേ, എനിക്ക് ചോക്ലേറ്റ് മതി. എനിക്കും ചോക്ലേറ്റ് മതി. ആഹാ, നിങ്ങളിങ്ങനെ ഓർഡർ ചെയ്താ ആര് പോയി മേടിച്ചു തരും? നമ്മളാണോ മേടിക്കേണ്ടേ? പിന്നല്ലാതെ നിങ്ങൾ സെറ്റായിട്ട് നമുക്കൊന്നും ട്രീറ്റ് തന്നില്ലല്ലോ. അപ്പോ നിങ്ങളെ വക ഇന്ന് ഇവിടുന്ന് എന്ത് സാധനം മേടിച്ചാലും നിങ്ങൾ പൈസ കൊടുക്കണം. ഐശ്വരി എന്റെ മോനെ ഹാപ്പി അല്ലേ? ഇന്നത് വേണോ? അയ്യോ വേണ്ടായേ, ഇത് തന്നെ ധാരാളം. പാവം കേട്ടോ, നിങ്ങൾക്ക് ആർക്കെങ്കിലും പോയി മേടിച്ചൂടെ? ഏയ് ഇതൊക്കെ ഒരു രസമല്ലേ. ക്ലാരെ നിന്റെ ഏതാടി ഫ്ലേവർ? അതറിഞ്ഞിട്ട് എന്തിനാ മോനെ ഇതോട് കഴിക്കാനാ? അയ്യോ അല്ലേ, വെറുതെ ചോദിച്ചതാ. എന്റെ വാനിലയാ, നിന്റെയോ? ആ വാനിലയോ, നോക്കട്ടെ. എടാ മാറി. എടാ നീ
നിക്കടാ കാട്ടുപോത്തെ, ഞാൻ നിന്നെ കൊല്ലൂടെ ഇന്ന്. എടാ മാറി നിക്കടാ, പുറകെ ഭദ്രാളി വരുന്നുണ്ട്. ഭദ്രവാളിന്റെ മറ്റവളാടാ ഈ പുല്ലേ. ആൾക്കാർ കേക്കും, പതിയെ പറ. കേക്കട്ടേടാ, എല്ലാരും കേക്കട്ടെ. എന്റെ ഐസ്ക്രീം താടാ. എടീ സോറി ക്ലാരെ, സോറി. തെടി പട്ടിച്ചെ എന്റെ ഐസ്ക്രീം താടാ പുല്ലേ. ഐസ്ക്രീം അല്ലേ, അത് നമുക്ക് പിന്നെ വാങ്ങാലോ. എന്റെ നടു. എനിക്കിപ്പൊ തന്നെ വേണോ പുല്ലേ, താടാ. എടീ ഞാൻ മേടിച്ചു തരാടി, മേടിച്ചു തരാം, വിട്. സത്യാണോ? വേറെ മേടിച്ചിരോ നീ? ആടി മേടിച്ചു തരാം, നീ ഇറങ്ങ്. ഇറങ്ങി. എന്റെ പൊന്നോ, എല്ലാം കൂടി ഞാൻ വെയിറ്റ് ആടി നിനക്ക്. പോരായിട്ട് അവളുടെ തൊലഞ്ഞ അടിയും. ആഹാ, വെറുതെ ഇരുന്ന് എന്നെ ചൊറിഞ്ഞത് പോരാ, നീ ഡയലോഗ് അടിക്കല്ലേ. എടി അതിനാ വെറുതെ ഒരു ഫണ്ടിന് വേണ്ടി ചെയ്തതല്ലേ, അത് നീ ഇങ്ങനെ സീരിയസ് ആക്കുമെന്ന് ഞാൻ കരുതിയോ? ഓ പിന്നെ വലിയ ഫണ്ട്, മുഖത്തേക്ക് ഐസ്ക്രീം ആക്കുന്നതല്ലേ നിന്റെ ഒരു ഫണ്ട്. അപ്പൊ എന്റെ ഐസ്ക്രീമും പോയി എന്റെ മേക്കപ്പും പോയില്ലേ, അപ്പൊ ആർക്കാ നഷ്ടം? എനിക്കല്ലേ. അയിന് ഞാൻ നിന്നോട് പറഞ്ഞോ മേക്കപ്പ് ഇടാൻ? ആ, അതിപ്പോ എന്റെ സ്ഥാനത്ത് നിന്റെ ഐസ്ക്രീം ആണെങ്കിലോ? അങ്ങനെയാണേ ഇവിടെ ഇപ്പൊ ഒരു യുദ്ധം നടന്നേനെ. ആണല്ലോ. അതുകൊണ്ട് മോൻ അധികം നിന്ന് വാചകം അടിക്കാതെ എനിക്ക് വേറെ പോയി ഐസ്ക്രീം മേടിച്ചോണ്ടോ. അതെ, അവിടുന്ന് കപ്പിൾസ് എൻജോയ് ചെയ്യുമ്പോ നിങ്ങൾ ഇവിടുന്ന് തല്ലുകൂടുവാ. എന്തുവാടേ? ലിജൂലി മുത്തല്ലേ, എന്നെ ഒന്ന് രക്ഷിക്കടി പ്ലീസ്, കാല് പിടിക്കാം.